السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയിലെ പ്രഥമ നാമമായ അള്ളാ എന്ന നാമത്തെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ 2664 തവണ അള്ളാ എന്ന നാമം വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഷിയത്തുൽ ജമൽ എന്ന കിതാബിൽ അതിൻ്റെ 1-ാം വാള്യത്തിലെ 5-ാം പേജിൽ ഈ കാര്യം പറഞ്ഞതായിട്ട് കാണാം. ഖുർആനിൽ 2664 തവണ അള്ളാ എന്ന നാമം വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രഥമമായത് അള്ളാ എന്ന നാമമാണ്. അതുപോലെ ഏറ്റവും മഹത്വമുള്ളതും അള്ളാ എന്നുള്ള നാമമാണ്. ഈ നാമത്തിൻ്റെ, അള്ളാ എന്ന നാമത്തിൻ്റെ ആശയ വൈപുല്യം വളരെ അനന്തമാണ്. അള്ളാഹുവിന് മാത്രമേ അള്ളാ എന്ന് നാമകരണം നടത്താൻ പാടുള്ളൂ. ഈ നാമം അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. മറ്റാരും ഇന്ന് വരെ ആ നാമം കൊണ്ട് നാമം ചെയ്തിട്ടില്ല. സർവ സൽക്രമങ്ങളുടെയും പ്രാരംഭത്തിൽ ബറക്കത്തിന് വേണ്ടി ഈ നാമമാണ്, അള്ളാ എന്ന നാമമാണ് ഉച്ചരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സർവാംഗീകൃത നാമമാണ് ഈ നാമം. ഇത് ആരാലും നിഷേധിക്കപ്പെടാൻ സാധ്യമല്ല. ഈ നാമം ഉയർത്തപ്പെടുമ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുന്നത്. അങ്ങനെ ഈ നാമത്തിന് ഒട്ടനവധി ഗുണങ്ങളും പ്രത്യേകതകളുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഞാൻ പറഞ്ഞു വെച്ചല്ലോ, 2664 തവണ ഖുർആനിൽ ഈ നാമം വന്നിട്ടുണ്ട്. ചില ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ കേൾപ്പിക്കാം. ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിലെ 25-ാമത്തെ ആയത്ത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. സൂറത്തുൽ ലുഖ്മാനിൽ പറഞ്ഞ ആയത്താണത്. എന്താ ആയത്തിന്റെ അർത്ഥം? വലഇൻ സഅൽതഹും, അവരോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് അവരോട് ചോദിക്കുകയാണെങ്കിൽ, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്നവർ പറയും. കണ്ടോ, അല്ലാ എന്ന നാമം ലുഖ്മാൻ സൂറത്തിലെ 25-ാമത്തെ ആയത്തിൽ വന്നു. ത്വഹാ സൂറത്തിലെ 14-ാമത്തെ ആയത്തിലും അല്ലാ എന്ന നാമം വന്നിട്ടുണ്ട്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി. ഉണ്ടോ, ഇന്നനി തീർച്ചയായിട്ടും ഞാൻ, അനല്ലാഹ് ഞാൻ അല്ലാഹുവാണ്, ലാ ഇലാഹ ഇല്ലാ അന ഞാനല്ലാതെ ആരാധ്യനില്ല, ഫഅ്ബുദ്നി ആയതുകൊണ്ട് എന്നെ നിങ്ങൾ ആരാധിച്ചു കൊള്ളണം. ഉണ്ടോ, ത്വഹാ സൂറത്തിലെ 14-ാമത്തെ ആയത്തിലും അള്ളാ എന്ന നാമം അള്ളാഹു തന്നെ ഉച്ചരിച്ചിട്ടുണ്ട്.
അതുപോലെ നംല് സൂറത്തിലെ 9-ാമത്തെ ആയത്ത്, യാ മൂസ ഇന്നഹു അനല്ലാഹുൽ അസീസുൽ ഹകീം. യാ മൂസ, ഓ മൂസ നബിയെ, ഇന്നഹു അനല്ലാഹ്, തീർച്ചയായിട്ടും ഞാൻ അല്ലാഹുവാണ്, അൽ അസീസുൽ ഹകീം, ഞാൻ അജയ്യനും തന്ത്രശാലിയുമാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി സൂറത്തുൻ നംലിൽ കാണാം. കണ്ടോ, ഇവിടെയെല്ലാം അള്ളാ എന്ന നാമം ഉച്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ 2664 തവണ വിശുദ്ധ ഖുർആനിൽ അള്ളാ എന്ന നാമം ഉച്ചരിച്ചിട്ടുണ്ട്. ഇത്രയും കൂടുതൽ മറ്റൊരു നാമവും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടില്ല. അള്ളാ എന്നുള്ള നാമം ഉച്ചരിച്ചാൽ, അത് നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ, നാം ചൊല്ലിയാൽ നിരവധി ശ്രേഷ്ഠതകളും സവിശേഷതകളും പുണ്യങ്ങളും പല അത്ഭുതങ്ങളും നമുക്ക് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട അല്ലാമ സയ്യിദുൽ ബഖരി എന്നവർ ഫത്തുൽ മുഈന്റെ വിശദീകരണമായ ഇയാനത്തു ത്വാലിബിന്റെ 17-ാമത്തെ പേജിൽ പറഞ്ഞതായിട്ട് കാണാം, ഒരു മനുഷ്യൻ തനിച്ചിരുന്ന് അല്ലാഹ് അല്ലാഹ് എന്നിങ്ങനെ അതുമാത്രം പറയുകയും അതിനാൽ അവനിൽ ഒരവസ്ഥ സംജാതമാവുകയും ചെയ്യുമ്പോൾ ആകാശഭൂമികളിലെ അത്ഭുതങ്ങൾ അവൻ നോക്കിക്കാണുകയും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഒരു വസ്തുവിനോട് ഉണ്ടാകൂ എന്ന് അവൻ പറയുന്ന പക്ഷം അത് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അള്ളാ എന്നുള്ള നാമം അവൻ നിരന്തരമായി പറഞ്ഞ് ഒരു വസ്തുവിനോട് അവൻ ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ആ വസ്തു ഉണ്ടാകും. കണ്ടോ, അള്ളാ എന്ന് പറഞ്ഞ വാക്ക് ഉച്ചരിച്ചതിന്റെ ഫലമാണത്. അതുപോലെ സയ്യിദുൽ ബഖരി തന്നെ തന്റെ കിതാബിൽ പറയുന്നു, ഒരു പാത്രം മുഴുവനും അള്ളാ എന്നെഴുതുകയും അത് കഴുകിയെടുത്ത് പിശാച് ബാധയേറ്റവന്റെ മുഖത്ത് തെളിക്കുകയും ചെയ്താൽ അള്ളാഹുവിന്റെ അനുമതിയോടെ അവന്റെ പിശാചിനെ അത് കരിച്ചു കളയുന്നതാണ്. അള്ളാ എന്ന നാമം ഒരു പാത്രത്തിൽ എഴുതി അത് മായ്ച്ച് പിശാച് ബാധയേറ്റവന്റെ മുഖത്ത് തെളിച്ചാൽ ആ പിശാചിനെ കരിച്ചു കളയാൻ ആ നാമത്തിന് കഴിയുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുൽ ബഖരി തന്റെ ഇയാനത്ത് ത്വാലിബീൻ എന്ന കിതാബിൽ പറയുന്നു. അതേ കിതാബിൽ തന്നെ പറയുന്നു, ശബ്ദകോലാഹലങ്ങളില്ലാതെ ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് ഒറ്റക്കിരുന്ന് 70,000 പ്രാവശ്യം അല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലി അള്ളാഹുവിനോട് ചോദിക്കുന്ന പക്ഷം അവൻ എന്തുദ്ദേശിച്ചോ ആ കാര്യങ്ങൾ അവന് സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാര ശേഷം 77 പ്രാവശ്യം അല്ലാ എന്ന് ചൊല്ലിയാൽ അവന്റെ മതത്തിലും അവന്റെ ദീനിലും ദുന്യാവിലുമുള്ള സർവ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബറക്കത്ത് കാണിച്ചു കൊടുക്കും. അവന്റെ സ്വന്തം ശരീരത്തിൽ മഹാ അത്ഭുതങ്ങൾ അവന് ദൃശ്യമാവുകയും ചെയ്യുമെന്ന് ഇയാനത്ത് ത്വാലിബിന്റെ 17-ാമത്തെ പേജിൽ കാണാം. പക്ഷെ ഈ ദിക്റുകളൊക്കെ അള്ളാ എന്നുള്ള ദിക്റ് തനിച്ചിരുന്ന് ഹൃദയം തൊട്ട് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവൻ ചൊല്ലുന്നതിന്, അതിന് ഫലം ലഭിക്കണമെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ നിരവധി നിബന്ധനകളുണ്ട്. അവന്റെ ഭക്ഷണവും അവന്റെ വെള്ളവും വസ്ത്രവും ഒക്കെ ഹലാലായിരിക്കണം എന്നുള്ളത് ഒരു നിബന്ധനയാണ്. ഭക്ഷണം, വെള്ളം, വസ്ത്രം എല്ലാം ഹലാലായിരിക്കണം. ഇത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള ഒരു നിബന്ധനയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു,
ഓ ജനങ്ങളെ, നിശ്ചയം അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ അവൻ സ്വീകരിക്കൂ. നിശ്ചയം അള്ളാഹു മുർസലീങ്ങളോട് നിർദ്ദേശിച്ച കാര്യം വിശ്വാസികളോടും നിർദ്ദേശിക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഓ മുർസലീങ്ങളെ, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്യുക. നിശ്ചയം നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ നല്ലപോലെ അറിയുന്നവനാണ് എന്ന് സൂറത്തുൽ മുഅ്മിനീനിലെ 51 ആയത്ത് ഓതിക്കൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹു പറഞ്ഞു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. സൂറത്തുൽ ബഖറയിലെ 57 ആയത്തിന്റെ അർത്ഥമാണ്. ഈ 2 ആയത്തുകളും അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ പറയുന്നു, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ കുറിച്ച് പരാമർശിക്കുന്നു. അയാൾ സുദീർഘമായി യാത്ര ചെയ്ത് തലമുടി ചിന്നിച്ചിതറി പൊടി പുരണ്ടവനായി 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി യാ റബ്ബി യാ റബ്ബി എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതു സ്ഥിതിയിൽ അവന്റെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഹറാമാണ്, ഹറാമ് കൊണ്ട് ഭക്ഷിക്കപ്പെടുന്നവൻ, പിന്നെ അവന് എങ്ങനെ ഉത്തരം ലഭിക്കും എന്ന മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മുസ്ലിമിലെ 1686 ഈ ഹദീസ് അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദിക്റുകൾ ഇതെല്ലാം സ്വീകരിക്കണമെങ്കിൽ അവന്റെ സർവവും ഹലാലായിരിക്കണം. ഭക്ഷണം ഹലാലായിരിക്കണം, വസ്ത്രം ഹലാലായിരിക്കണം, ഭക്ഷണങ്ങൾ ഹലാലായിരിക്കണം. എങ്കിൽ മാത്രമേ അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെ നിഷ്കളങ്കമായി ഭക്തിയോടുകൂടെ ദിക്ർ ചൊല്ലാനും അസ്മാഉൽ ഹുസ്ന ചൊല്ലാനും അതിന്റെ ഫലങ്ങൾ നേടിയെടുക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.